നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഇന്ന് താളിയോലകൾ കൊണ്ടുള്ള ഒരു ലക്ഷണശാസ്ത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടുമോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കാറുണ്ട്. അപ്രകാരം ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്നും ഭാവിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയുമോ, അതുപോലെ ദേവപ്രീതി എത്രത്തോളമുള്ള ആളുകളാണ് നിങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷണശാസ്ത്രമായിട്ട് ഈ താളിയോലകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ പ്രധാനമായിട്ട് 3 ഓലകളാണ് കൊടുത്തിരിക്കുന്നത്. താളിയോലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി എഴുതി കാണിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഓല മാത്രം കൊടുത്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഇതിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓല നിങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക. അപ്രകാരം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓലയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ക്രമമായിട്ട് പറയുക. തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനി നമുക്ക് ഓരോ ഓലകളും പരിശോധിക്കാം. ആദ്യം ഒന്നാമത്തെ ഓല തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഈ ഓലയിൽ പറയുന്നത് ദേവീപ്രീതി വളരെ കൂടുതലുള്ളവരാണ് ഇവരെന്നാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ദേവപ്രീതി വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യമായിട്ടുള്ള പ്രയാസങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ചില മാനസിക വിഷമങ്ങൾ ഇവർക്ക് ഈ സമയത്തുണ്ട് എന്നാണ് ഈ ഓലയിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവപ്രീതി കുറവായതുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ നടത്തിയാലും അല്ലെങ്കിൽ പൂജകളൊക്കെ ചെയ്താലും അതിൻ്റെ ഫലസിദ്ധി ഇവരിലേക്ക് വരുന്നതിന് അല്പ കാലതാമസം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് വലിയ ദോഷങ്ങളില്ലാത്തവരായിട്ടാണ് ഇവരെ കാണുന്നത്. പലപ്പോഴും ഇവരുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾ ഇവർക്ക് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ താളിയോല തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ദേവപ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ദേവപ്രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ മുൻപ് അവരവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദേവകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. എന്നാൽ ദേവപ്രീതിക്കായിട്ട് സമയം ചെലവഴിക്കാതെ മാനസിക വിഷമങ്ങൾ അനുഭവിച്ച് ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടി ദേവപ്രീതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവായിട്ട് ഈ സമയത്തെ കാണാം. ഈശ്വരാനുഗ്രഹം ഈ ഒരു സമയത്ത് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് എന്ന് മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. അല്ലാതെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാത്ത ആളുകളല്ല ഇവർ. പരമാവധി പ്രാർത്ഥനകൾക്കും പൂജകൾക്കും സമർപ്പണങ്ങൾക്കും പ്രാധാന്യം നൽകി ഈ സമയത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഓലയിൽ ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓല പരിശോധിക്കാം. രണ്ടാമത്തെ ഓല പ്രകാരം ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതയോഗം ഉള്ളവരായിട്ട് കാണുന്നു. പലപ്പോഴും സന്യാസം സ്വീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും ദാമ്പത്യ ജീവിതം കുറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെയാണ് ഈ രീതിയിൽ കാണുക. എന്നാൽ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില ശുഭപ്രതീക്ഷകൾ ഇവർക്കുള്ളതായിട്ടും പുതിയ വീട് പണി നടക്കുക അല്ലെങ്കിൽ പുതിയ വീടെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുക എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് ഈ ഓല പറയുന്നത്. ഈശ്വരനോട് അത്രത്തോളം ചേർന്നിരിക്കുന്നവരാണ് ഇവരെന്നാണ് ഈ ഓലയിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രപ്രദേശം അകലെയും ചിന്തനയും നമ്മൾ പറയുന്നത് പോലെ ക്ഷേത്രവുമായിട്ടോ അല്ലെങ്കിൽ അത്രത്തോളം ദൈവചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിട്ട് ഇവരെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവരുടെ ചില ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നുവെന്ന് കാണുന്നത്. മാത്രമല്ല അതിനുവേണ്ടിയുള്ള ചില കർമ്മങ്ങളൊക്കെ ഇവർ ഈ സമയത്ത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രതിസന്ധികളൊക്കെ മാറി നല്ലൊരു ജീവിതം ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഈ രണ്ടാമത്തെ ഓലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബ്രഹ്മചര്യ യോഗം ഇവരിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം ചില പ്രയാസങ്ങൾ മാറി നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ ശോഭിക്കാൻ കഴിയുന്നവരാണിവർ. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിട്ടും ധർമ്മം പരിപാലിക്കാൻ വേണ്ടി എത്ര ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളവരായിട്ടും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പരിശ്രമിക്കുന്നവരായിട്ടുമൊക്കെയാണ് ഈ രണ്ടാമത്തെ ഓല തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കാണുന്നത്. എന്തായിരുന്നാലും ഇവരുടെ ജീവിതം വളരെ ശുഭകരമായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ ഓലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഓല തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നോക്കുന്നത്. ഈ ഓലയിൽ ഏറ്റവും കൂടുതൽ ദേവതാപ്രീതിയുള്ളവരായിട്ട് ഇവരെ കണക്കാക്കാം.
പലപ്പോഴും പല രീതിയിലാണ് ദേവതാപ്രീതി ഉണ്ടാകുക. ചില ആളുകൾ കഠിനമായ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്ത് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് നേടിയെടുക്കും. ജന്മഗുണം കൊണ്ട് ദേവതാപ്രീതി നേടിയവരാണ്. മാത്രമല്ല വളരെയേറെ ഭാഗ്യമുള്ളവരായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈശ്വര കടാക്ഷത്തോടൊപ്പം തന്നെ സൗഭാഗ്യ യോഗവും കൂടി ഈ മൂന്നാമത്തെ ഓലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഭാഗ്യരൂപേണ ഇവരിലേക്ക് വരുന്നതായിട്ടാണ് ഈ ഓല പറയുന്നത്. പലപ്പോഴും ഇവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ കഴിവിനേക്കാൾ ഉപരിയായിട്ട് ഈശ്വര ഭാഗ്യമാണ് ഈ നിലയിലേക്ക് ഇവരെ ഉയർത്തിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇപ്പോഴുള്ള ദേവപ്രീതി നിലനിന്ന് കിട്ടുന്ന ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. മാത്രമല്ല ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രാർത്ഥനകളൊക്കെ ഇവർക്ക് ആവശ്യമാണെങ്കിലും നിലവിൽ പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ഇവരുടെ ഭാവി ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെ കാണുന്നു. എന്നിരുന്നാലും മൂന്നാമത്തെ താളിയോലയിൽ ഏറ്റവും കൂടുതൽ ദേവപ്രീതിയുള്ളവരായിട്ടും മഹാഭാഗ്യ യോഗമുള്ളവരുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ താളിയോല തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം പലപ്പോഴും ഈ ജ്യോതിഷത്തിലെ ലക്ഷണശാസ്ത്രം നമുക്ക് കൂടുതൽ ശുഭപ്രതീക്ഷകൾ നൽകുന്നതും മനസ്സിന് സന്തോഷം നൽകുന്നതുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രവിക്കുക വഴി നമുക്ക് ഒരു ഉത്സാഹവും സന്തോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ രീതിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നാലും താളിയോലകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ലളിതമായ ചില കാര്യങ്ങളും അതിൽ ചില ലക്ഷണങ്ങളും മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരവരുടെ ജനനസമിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.